Hi all, welcome back to another video. So already നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒരു ഹോണസ്റ്റ് റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ MCQ സെഷന് ആൻസർ ചെയ്യുന്നുണ്ടായിരുന്നു. MCQയുടെ ഫുൾ ക്വസ്റ്റ്യൻസേയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആൻസർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം നമുക്ക് സെക്ഷൻ ബി ഉണ്ട്. സെക്ഷൻ ബി നമ്മൾ ജസ്റ്റ് ഒരു അനാലിസിസ് മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് സെക്ഷൻ ബിന്റെ ഫുൾ ആൻസർ ചെയ്യാൻ നമുക്ക് ഒരു വീഡിയോയുടെ ലെങ്തോ ടൈമോ നമുക്ക് എന്ത് ചെയ്യില്ല മതിയാവത്തില്ല. ആൻഡ് ദാറ്റ്സ് വൈ MCQ സെഷൻ നോക്കിയാൽ മതി. ഓൾറെഡി 45 മിനിറ്റ്സിന്റെ വീഡിയോ നമ്മൾ ചെയ്തുള്ളത്. സോ ഇത് നമുക്ക് ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു അനാലിസിസ് ആണ് ചെയ്യുക. അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എത്ര 7 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എഴുതാം, എത്ര മാർക്കാണ് കിട്ടുക, എന്തൊക്കെയാണ് എഴുതേണ്ടത്, ക്വസ്റ്റ്യൻസ് എങ്ങനെയുണ്ട്, ലെങ്തി ആണോ അല്ലെങ്കിൽ അത്യാവശ്യം ടഫ് ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുക. ഓൾറെഡി MCQസിന്റെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 22 മാർക്ക്, ഒരു 24 മാർക്ക്, 26 മാർക്ക്, 28 മാർക്ക്. സോ ഒരു 22, 24, 26 ഒക്കെ കിട്ടുന്ന ആൾക്ക് നല്ലൊരു മാർക്കാണ്. 20, 22 നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. ഒരു 20 മാർക്ക് മുതൽ അങ്ങോട്ട് കിട്ടുന്നതൊക്കെ നല്ലൊരു മാർക്കായിട്ടാണ് കാണുക. സോ നിങ്ങൾക്ക് തന്നെ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത്. ബട്ട് എനിവേ 20 ഒക്കെ ഒരു നല്ല മാർക്കാണ്. ഈവൻ 18, 20, 22, 24, 26 ഒക്കെ അടിപൊളി മാർക്കാണ്. കാരണം CMA ഒരു വലിയൊരു പ്രൊഫഷണൽ എക്സാമിന്റെ അല്ലെ, ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ എക്സാംസ് അല്ലേ കണ്ടക്ട് ചെയ്യണത്. MCQസിൽ 15 ഔട്ട് ഓഫ് 15 കിട്ടുന്ന സാഹചര്യങ്ങൾ വരാം. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചു എന്താ പറയാ, ഈ സെഷൻ കുറച്ചൊരു ട്വിസ്റ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ. അതുകൊണ്ട് കൂടുതൽ കൺസേൺഡ് ആവേണ്ട ആവശ്യമില്ല. കിട്ടിയതിന്റെ വലിയ എന്താ പറയാ മാർക്സ് ആണ്. 2024 ഒക്കെ നല്ല മാർക്കാണ്. 2018 ഒക്കെ നല്ല മാർക്സ് തന്നെയാണ്. അതിന് താഴെ കിട്ടിയെങ്കിലും കുഴപ്പമൊന്നുമില്ലടാ, നമുക്ക് ഇനി അടുത്ത സെക്ഷൻ ഉണ്ടല്ലോ, ഓക്കെ ആണല്ലോ. സോ നമുക്കിപ്പോ ഒരു 20 മാർക്ക് കിട്ടിയാൽ തന്നെ, ഒരു 20 മാർക്ക് കിട്ടിക്കണമെങ്കിൽ ഇനി ഹോൾ നമ്മളുടെ ഒരു 90 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും, അതായത് സെക്ഷൻ ബി 90 മാർക്കിൽ നിന്നും 20 മാർക്ക് കിട്ടിയാൽ നമുക്ക് 40 മാർക്കിൽ പാസ്സാവാം. ഒരു 20 കൂടി കിട്ടിയാൽ 40 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായി, എക്സംഷൻ ആയി. അപ്പൊ നമുക്ക് നോക്കി നോക്കാം, നമുക്ക് പാസ്സാവാനുള്ള മാർക്ക് ഉണ്ടാവോ, അല്ലെങ്കിൽ എക്സാംഷൻ ഉണ്ടാവോ, അല്ലെങ്കിൽ എക്സാംഷനിൽ മേലെ മാർക്ക് ഉണ്ടാവോ, എത്ര മാർക്ക് ഉണ്ടാവും, ഇങ്ങനെ ഒരു ഐഡിയ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ഇവാലുവേഷന് വേണ്ടിയിട്ടും നല്ലൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആൻഡ് എനിവേ ഓൾറെഡി 18ഉം 20ഉം 22ഉം 24ഉം കിട്ടിയിട്ടുണ്ടാവും. അതനുസരിച്ച് നിങ്ങൾക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. സോ ഞാൻ നേരെ സെക്ഷൻ ബിയിലേക്ക് വരാം, എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് നമ്മളെ തള്ളൽസ് ആവാം. ഓക്കെ, ഫൈൻ. എനിവേ സെക്ഷൻ ബി ആണ്. ഇങ്ങനെയാണ് വരിക. ആൻസർ എനി 5 ഔട്ട് ഓഫ് 7 ക്വസ്റ്റ്യൻസ്. അപ്പൊ താഴെ പറയുന്ന 7 ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 5 ക്വസ്റ്റ്യന് ആൻസർ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. അപ്പൊ 7 ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യന് ആൻസർ ചെയ്താൽ മതി. അപ്പൊ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ടോട്ടൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ടോട്ടൽ ആയിട്ട് എന്ത് ചെയ്യാം, അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് വിടാം. ഓക്കെ അല്ലേ. സോ നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ 2 ക്വസ്റ്റ്യന് സ്കിപ്പ് ചെയ്ത് വിടാന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഈ മേലെന്ന് MCQസിന്റെ സെഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും കുറച്ചധികം ടൈം കൺസംഷൻസ് ഉണ്ടായിരിക്കും. എക്സാം ഹോളിന്റെ കാര്യം പറയാം, നല്ലൊരു ടൈം കൺസംഷൻ അവിടെ പോയിട്ടുണ്ടാവും. പിന്നെ ഒരു വലിയൊരു എമൗണ്ട് ഓഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല. കാരണം എഴുതിയ പല ആൻസറും ശരിയാണോ ഇല്ലേ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ, ഒരു ഹാപ്പിനെസ് ഫാക്ടർ എക്സാം ഹോളിൽ നല്ല കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ പല ആൾക്കാർക്കും ഈ ഒരു റിവ്യൂ വീഡിയോ കണ്ടതിന് ശേഷം, ലാസ്റ്റ് റിവ്യൂ വീഡിയോ കണ്ടതിന് ശേഷം മനസ്സിലായി ഉണ്ടാവും അത്യാവശ്യം മാർക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 18-20 മാർക്സ് കിട്ടുന്ന ഒരു ഡീസെന്റ് എമൗണ്ട് ഓഫ് മാർക്ക് ആയിരുന്നു എന്നുള്ളത്. എനിവേ സെക്ഷൻ ബി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് വന്നിട്ടുള്ളത് ഒരു കുട്ടി ക്വസ്റ്റ്യൻ ആണ്. കാരണം കമ്പയറിംഗ് ദ ക്യാഷ് ബുക്ക് ഓഫ് ശിവാം ആൻഡ് ബാങ്ക് പാസ്ബുക്ക് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2024, ഫോളോയിങ് ഡിസ്ക്രിപ്പൻസീസ് ആർ നോട്ടീസ്ഡ് എന്ന് പറഞ്ഞിട്ട് ആകെ 1, 2, 3, 4, 5, 6 ഐറ്റംസ് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇവിടെ നമുക്ക് ക്യാഷ് ബുക്കിന്റെ ബാലൻസ് തന്നിക്കണ് 1,82,500 ആണെന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഫിഗർ എടുത്തിട്ട്, അങ്ങനെ ഓവർ ഡ്രാഫ്റ്റ് ഒന്നുമല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 1,82,500 എടുത്തിട്ട് ബാങ്കിന്റെ ഫിഗറിലേക്ക് ഒന്ന് ട്രാവൽ ചെയ്യണം. അതാ നമ്മളുടെ ജോബ്. ഈ 1 മുതൽ 6 പോയിന്റ്സ് യൂസ് ചെയ്തുകൊണ്ട്. അപ്പൊ ഇവിടെ ജസ്റ്റ് ഈ 1,82,500 എടുത്തിട്ട് നമ്മളുടെ ടെക്നിക്ക് ഉണ്ടായിരുന്നു അല്ലെ, ആ ഒരു ടെക്നിക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. അതായത് ജസ്റ്റ് ഈ പ്ലസ് ലെസ് ചെയ്യുന്ന നമ്മൾ ടെക്നിക്ക് ഉണ്ട്. ആ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6 ഐറ്റംസ് അങ്ങോട്ട് എഴുതി കൊടുത്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയാ പാസ്ബുക്കിന്റെ ഫിഗറിലേക്ക് വരാൻ പറ്റും. ഇതിൽ ഒരു കോംപ്ലിക്കേഷൻ ഉള്ള ഐറ്റംസുകൾ ഒന്നും തന്നെ ഇല്ല. ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസുകൾ മാത്രമാണ്. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. ചെക്ക് ഓഫ് ₹85,000 ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് ഓൺ 25th March. അപ്പോൾ ഒരു 85,000 രൂപന്റെ ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്.
അതിൽ 25,000 രൂപേൻ്റെ ചെക്ക് കളക്ട് ചെയ്തത് 5-ാം തീയതി ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ 31 മാർച്ചിൻ്റെ അന്നാണ് നമ്മൾ ഈ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതുവരെ 85,000 രൂപേൻ്റെ ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് 25,000 രൂപേൻ്റെ ചെക്ക് മാത്രമാണ് എന്ത് ചെയ്യാത്തത്, കളക്ട് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, 85,000 പ്ലസ് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ 25,000 റുപ്പീസ് ബാങ്കിൽ എന്തായിട്ടില്ല, പ്ലസ് ആയിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ലെസ് ചെയ്ത് കൊടുത്താൽ മതി. ഇറ്റ്സ് വെരി സിമ്പിൾ. ലൈക്ക് നമ്മളൊരു ടെക്നിക്ക് ഉണ്ട്, അതിപ്പോൾ ഇവിടെ പറഞ്ഞു ഒപ്പിക്കാൻ പറ്റൂല. ആൻഡ് ദാറ്റ്സ് വൈ ആ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഈ 5 പോയിന്റ്സ് എഴുതാൻ പറ്റും, മാർക്കും കിട്ടും. സോ മെനി ഓഫ് ദം ആർ ടെക്സ്റ്റഡ്. പേഴ്സണലി ഈ ഒരു ടെക്നിക്ക് നല്ല രൂപത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇത് നല്ല സിമ്പിൾ ആയിട്ട് ഈ 7 മാർക്ക് ഏതൊരു കുട്ടിക്കും വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഗെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ BRS ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കേട്ടോ, എൻ്റെ തന്നെ പല ഓഫ്ലൈൻ ക്ലാസ്സുകളിലും BRSനെ ഡീറ്റെയിൽ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് റഫ്ലി പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ഉണ്ടായത്. കാരണം ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എവറി എക്സാംസിന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ അല്ല. പിന്നെ ഒരു യൂണിറ്റ് ആയിട്ടൊന്നും നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഇല്ല, ചെറിയൊരു ഏരിയ ആയിട്ട് മാത്രമേ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഉള്ളൂ. ആകെ 2 ഇല്ലുസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനും ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇത് വളരെ ഡീറ്റെയിൽഡ് പഠിപ്പിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചില ബാച്ചിലൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ടൈമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എന്നാൽ ചില ബാച്ചിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സിൽ 100% ഡീറ്റെയിൽഡ് ആയിട്ട് ബോട്ടം ലെവൽ ഡിസ്കസ് പഠിപ്പിച്ചിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു 7 മാർക്ക് സിമ്പിൾ ആയിട്ട് ഗെയിൻ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് ഈ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ഈ ക്വസ്റ്റ്യൻ ഒരു രൂപത്തിലുള്ള പ്രയാസങ്ങളുള്ള എന്താ പറയുക അഡ്ജസ്റ്റ്മെന്റ്സും ഈ ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ ഇല്ല. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. 7 മാർക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. നേരെ അടുത്തയിലേക്ക് വരാം. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം നിങ്ങൾ ആലോചിച്ചൊക്കെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുക നമ്മൾ സോ മച്ച് ഹാപ്പി. കാരണം ഈ ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് പഠിപ്പിച്ചു തരുന്നത് ഐഡന്റിഫൈ ചെയ്യാനാണ്, ക്യാപിറ്റൽ നേച്ചർ ട്രാൻസാക്ഷൻ ആണോ റവന്യൂ നേച്ചർ ട്രാൻസാക്ഷൻ ആണോ എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട്. അതിപ്പോൾ റെക്കോർഡ് ക്ലാസ് ആയിക്കോട്ടെ ഓഫ്ലൈൻ ക്ലാസ് ആയിക്കോട്ടെ, ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല ടൈം എടുത്ത് ഡിസ്കസ് ചെയ്ത് പഠിപ്പിച്ചൊരു ഏരിയ ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ റവന്യൂ എക്സ്പെൻഡിച്ചർ, അതിന് നമുക്ക് ഒരുപാട് പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. 1-2 പെർസ്പെക്റ്റീവ്സ് ഇട്ടിട്ടാണ് ഞാനിത് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു 7 മാർക്ക് ഫുള്ളും നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാം എന്ന് പറയാം. പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിക്കണമെങ്കിൽ പോലും സോ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് 4 മാർക്ക് കിട്ടും. 4 മാർക്ക് കിട്ടായിരിക്കില്ല, കാരണം 1 2 3 4 5 6 7 7 ഐറ്റംസ് ഉണ്ട്. പകുതി ശരിയായി തന്നെ നിങ്ങൾക്ക് ഒരു 4 മാർക്ക് അല്ലെങ്കിൽ ഒരു 3 മാർക്ക് എന്തായാലും കിട്ടും. സോ അതിൻ്റെ ആവശ്യമില്ല. എവറിത്തിങ് ഈസ് വെരി സിമ്പിൾ. നിങ്ങൾക്ക് കണ്ട് പരിചിതമായുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി കണ്ട് പരിചയമില്ലാത്ത ആൾക്കാരെ നിങ്ങൾ വിട്ടാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിലും ഒരു 4 അല്ലെങ്കിൽ ഒരു 3 മാർക്കൊക്കെ എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ട് കിട്ടും. അത് നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നത്. നേരെ മുമ്പോട്ടേക്ക് പോവാം. ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ ഒരു ക്വസ്റ്റ്യന് ബാങ്ക് അല്ല ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. സോ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ അക്കോമഡേഷൻ ഓഫ് ബില്ലാണ്. അക്കോമഡേഷൻ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ ഇല്ലുസ്ട്രേഷൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യന്. ഒരു 1,80,000 ഒരു MCQ ഉണ്ടായിരുന്നു ഇവിടെ. 1,80,000 ഒരു MCQ ഉണ്ടായിരുന്നു ഇവിടെ. 1,80,000 ഈ ഒരു MCQ ഉണ്ടല്ലോ ഇവിടെ. ഒരു MCQ ഉണ്ടായിരുന്നല്ലോ. അതാ ഈ ഒരു MCQ ഇത് തന്നെയാണ് ഈ ക്വസ്റ്റ്യന്. അത് 90,000 ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതിനെ പകുതിയാക്കി കണ്ട 90,000 ആയി. ഇങ്ങനെ 1/3 ഷെയർ ചെയ്യുന്നത് സിമ്പിൾ ഇല്ലുസ്ട്രേഷൻ ആണ്. പക്ഷെ ഇവിടെ ഈ ലാസ്റ്റ് ഇതാ ഈ ഒരു പോർഷനാണ് എന്താ പറയുക, ഇങ്ങനെ 25% മാത്രം കിട്ടി. അപ്പൊ ഇതൊരു എന്താണ് ക്വസ്റ്റ്യൻ കുഴപ്പമില്ല, എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഈ ലാസ്റ്റ് ഏരിയയിൽ ആ ഒരു ഇൻസോൾവൻസിന്റെ ഏരിയ ഉണ്ട്. അതായത് ഇപ്പൊ ഇത്രയേ ഉള്ളൂ, ആള് തരാനുള്ള പൈസ ഇൻറ്റു 25% ആണ് ആൾ നമുക്ക് എന്ത് ചെയ്യുക, കാശ് തരിക. ബാക്കി പൈസ നമ്മൾ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടും ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, എഴുതുക. അപ്പൊ ആ ഒരു പോയിന്റ് ആണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയുള്ളതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. ഐ ഹോപ്പ് നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ബിക്കോസ് ക്ലാസ്സിൽ നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി അഥവാ നിങ്ങൾക്ക് ആ ഒരു ഏരിയ, ആ ഒരു ഇൻസോൾവൻസിന്റെ ആ ഒരു ഏരിയ നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ഒരു 5 മാർക്കോ അല്ലെങ്കിൽ ഒരു 4 മാർക്കോ എന്ത് ചെയ്യുക അവിടെ നിന്ന് കിട്ടും. കാരണം ആ ഒരു എന്താ പറയുക, ആ ഒരു ജാലണ്ടറി മാത്രം തെറ്റിക്കണമെങ്കിൽ പോലും നമുക്ക് 7 മാർക്കിൽ 1 മാർക്ക് പോയി 6 മാർക്ക് കിട്ടാന്നല്ല, 4 5 മാർക്കാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് തരുള്ളൂ. കാരണം ഇത്തവണ FA സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഒരു ടൈറ്റ് വാല്യുവേഷൻ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ ഒരു 5 4 മാർക്ക് നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. സോ ബാക്കിയുള്ളതൊന്നും അവിടെ ഇഷ്യൂ ഇല്ല. എല്ലാ സെന്ററിലും എല്ലാ ടീച്ചേഴ്സും പഠിപ്പിച്ചിരുന്ന ഏരിയയാണ്, സിമ്പിളാണ്. അതിനുശേഷം വന്നിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യന് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ ലാസ്റ്റ് 2 അറ്റംപ്റ്റ് ആയിട്ട് എന്താണ് അവർക്ക് ഹയർ പർച്ചേസിനോട് ഒരു മോഹബത്തുണ്ട്.
ഹയർ പർച്ചേസ് ടെസ്റ്റ് ചെയ്യാത്തൊരു ഏരിയ ഉണ്ടായിരുന്നത്. പക്ഷെ ഹയർ പർച്ചേസിന് മുഹബത്തുണ്ട്. അപ്പൊ ഹയർ പർച്ചേസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഹയർ പർച്ചേസത്തെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ആകെ ഇവർ എന്ത് ചെയ്തു, ഒരു 12 ലക്ഷം രൂപ ക്യാഷ് പ്രൈസിന് വാങ്ങി. ഹയർ പർച്ചേസ് പ്രൈസ് തന്നിക്കണ 15 ലക്ഷമാണ്. 3 ലക്ഷം ഇമ്മീഡിയറ്റ് പേ ചെയ്ത്, ബാക്കിയുള്ളത് 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്ത്, ഇൻട്രസ്റ്റ് റേറ്റ് തന്നിക്കണ്. എവറിത്തിങ് ഈസ് ഗിവൺ. എവറിത്തിങ് ഈസ് ഗിവൺ. നോട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് നോട്ട് ഗിവൺ അല്ലേ. 15% എന്താണ്, ഡിപ്രീസിയേഷൻ ആണ്. സോ നമുക്ക് ഇത് വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടില്ല, ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് തന്നില്ലെങ്കിൽ എന്താണ്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ആൻസർ കാണാൻ പറ്റും. അതിന്റെ ടെക്നിക്സും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഇൻക്ലൂഡിങ് ഈച്ച് ഇൻസ്റ്റാൾമെന്റ് ആൻഡ് പ്രിപ്പയർ മിഷനറി അക്കൗണ്ട് ഫോർ 3 ഇയർ ഇൻ ദ ബുക്സ് ഓഫ് ആർ വി ലിമിറ്റഡ്. അതായത് ജസ്റ്റ് നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ്, നമുക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും ഇങ്ങനെ വരക്കുന്നത് അല്ലേ, 7 കോളുടെ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് വരക്കണം. എന്നിട്ട് ആ ഫിഗർ ഒക്കെ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. മെഷീനറി അക്കൗണ്ട് മാത്രം വരച്ചാൽ മതി. മെഷീനറി അക്കൗണ്ട് എന്ത് സിമ്പിൾ അക്കൗണ്ട് ആയിരിക്കും, അസറ്റ് ഡിപ്രീഷൻ ബാലൻസ്, ബാലൻസ് ഡിപ്രീഷൻ ബാലൻസ്, ബാലൻസ് ഡിപ്രീഷൻ ബാലൻസ്, ബാലൻസ് ഡിപ്രീഷൻ ബാലൻസ്, ബാലൻസ് ഡിപ്രീഷൻ ബാലൻസ്, 5 കൊല്ലത്തെ അക്കൗണ്ട് വരയ്ക്കാൻ വളരെ സിമ്പിൾ ആണ്. ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എത്ര കൊല്ലത്തെ അക്കൗണ്ട് വേണമെങ്കിലും മെഷീനറി അക്കൗണ്ട് വരയ്ക്കാം. പിന്നെ മറ്റേ അക്കൗണ്ട് വരക്കാൻ ഇവർ ചോദിക്കുന്നില്ല. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എത്ര പറയും മക്കളെ, 7 മാർക്ക്. ഇനിയിപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് എലമെന്റിനെ കുറിച്ചിട്ട് എന്താ പറയുക, കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, 12 ലക്ഷം രൂപയാണ് ക്യാഷ് പ്രൈസ്, 15 ലക്ഷം രൂപയാണ് HP പ്രൈസ്. അപ്പോൾ 3 ലക്ഷം രൂപയാണ് എന്ത് വരുന്നത്, നമുക്കൊരു ഇൻട്രസ്റ്റ് എലമെന്റ് വരിക. 3 ലക്ഷം രൂപയാണ് ഇൻട്രസ്റ്റ് എലമെന്റ് വരിക. ആ ഇൻട്രസ്റ്റ് എമൗണ്ടിനെ 3 വർഷത്തെ ഇൻസ്റ്റാൾമെന്റ് അല്ലേ, അപ്പോൾ 3 to 1 ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നിലേക്കും അടിച്ച് കയറ്റി കൊടുത്താൽ മതി. ഇറ്റ്സ് വെരി സിമ്പിൾ, ആർക്കും വേണമെങ്കിൽ ചെയ്യാം. സോ ഡെഫിനറ്റ്ലി ഞാൻ 7 മാർക്ക് എന്നും എഴുതുകയാണ്. ഇതിലൊരു മാർക്ക് പോലും കൊണ്ടേ കളയേണ്ട ആവശ്യമില്ല. ആബ്സല്യൂട്ട്ലി യു വിൽ ഗെറ്റ് 7 മാർക്ക്. ആരും മിസ് ചെയ്തില്ല വിചാരിക്കുന്നു. പിന്നെ മെഷീനറി അക്കൗണ്ട് ആണ് ഞാൻ പറഞ്ഞ പോലെ, ജസ്റ്റ് ബാലൻസ് ഡിപ്രീഷൻ, ബാലൻസ് ഡിപ്രീഷൻ, ബാലൻസ് ഡിപ്രീഷൻ. ഇറ്റ്സ് വെരി ഈസി, അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. അടുത്തത് വൺ ഓഫ് ദി ഈസി ക്വസ്റ്റ്യൻ എന്ന് പറയാം. കൺവേർഷൻ മെത്തേഡിലൊന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് എക്സാംസിൽ ഒന്നും ചോദിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ എക്സാമിന് ആദ്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് ആദ്യമായിട്ട് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കൺവേർഷൻ മെത്തേഡൊക്കെ എപ്പോഴും കുറച്ച് ടഫായിട്ടുള്ള മെത്തേഡ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കൺവേർഷൻ മെത്തേഡ് നമ്മുടെ ടെക്നിക്ക് ഉണ്ട്. ഈ അക്കൗണ്ടിലൊക്കെ വരച്ച് അതിന്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എഴുതി ഈ ട്രാൻസാക്ഷൻസ് ഫുള്ളും പോസ്റ്റ് ചെയ്ത് മീനിങ് ഫുൾ ആക്കി പറയുന്ന ഒരു റിതം ഉണ്ട്. ഞാൻ ഇനി ഇവിടെ പറയുന്നില്ല. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കിട്ടും. മെസ്സേജ് എല്ലാവരും പറഞ്ഞത്, അതിപ്പോൾ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ് ആയിക്കോട്ടെ, 14 മാർക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഈ 14 1 മാർക്ക് പോലും കുറയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എവ്രിബഡി ആർ ടാലി ആയിട്ടുണ്ട്, എല്ലാവരും ഹാപ്പി ആണെന്നാണ് മെസ്സേജ് ഉള്ളത്. സോ ഡെഫിനറ്റ്ലി 14 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. ഇനി ആരെങ്കിലും പകുതിക്ക് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ യു ഗെറ്റ് ഒരു 10 മാർക്ക് നിങ്ങൾക്ക് എന്താണെങ്കിലും കിട്ടിയിട്ടുണ്ടാകും. നമുക്ക് നേരെ അടുത്തയിലേക്ക് വരാം. ഇത് ഒരു പാർട്ണർഷിപ്പ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് പാർട്ണർഷിപ്പിൽ ഈ ഒരു പോർഷൻ പല കുട്ടികളും എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കാരണം നമുക്ക് 7 ക്വസ്റ്റ്യൻസിൽ 5 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതിയല്ലോ. എന്തായാലും 2 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്യണം. ആ 2 ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയതിന്റെ പേരിൽ നമുക്ക് എക്സ്ട്രാ മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ആൻഡ് ദാറ്റ്സ് വൈ 2 ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും സ്കിപ്പ് ചെയ്യേണ്ടത്. മെജോറിറ്റി ആളുകളും ഈ ക്വസ്റ്റ്യൻ ആണ് സ്കിപ്പ് ചെയ്തതെന്ന് അറിഞ്ഞുള്ളത്. പക്ഷേ ദിസ് ഇസ് വൺ ഓഫ് ദി ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാനിപ്പോൾ ഓഫ്ലൈനിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് അമാൽഗമേഷനും കൺവെൻഷനും എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ലാസ്റ്റ് ഏരിയയിൽ എത്തുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവിടെ ആകെ ചോദിക്കുന്നത് പാസ് നെസറി ജേർണൽ എൻട്രീസ് ആണ്. എൻട്രി എന്ത് സിമ്പിൾ ആണെന്ന് അറിയാം മക്കളെ. അസറ്റ് അക്കൗണ്ട്, ഡെപ്റ്റ്, അതായത് ലീസോൾഡ് പ്രീമിയസ് അക്കൗണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ അക്കൗണ്ട്, സ്റ്റോക്ക് അക്കൗണ്ട്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്, ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ടു എന്ത് പർച്ചേസ് കൺസിഡറേഷനോ അല്ലെങ്കിൽ ടു എന്ത് ഷെയർ ക്യാപിറ്റൽ, സെക്യൂരിറ്റീസ് പ്രീമിയം. ഇത്ര ഉള്ളൂ ഇതിന്റെ ജേർണൽ എൻട്രി എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ മാറിയിട്ടുള്ള ചേഞ്ച് ചെയ്തിട്ടുള്ള ഫിഗർ വെച്ചങ്ങാണ്ട് ഇതേ ബാലൻസ് ഷീറ്റിൽ ഈ ചേഞ്ച് ചെയ്ത വാല്യൂസ് അങ്ങോട്ട് എഴുതി കൊടുത്താൽ ഈ ഷെയർ ക്യാപിറ്റലിന് പകരം ഇവിടെ ഷെയർ ക്യാപിറ്റൽ വരും. അതേപോലെ ഈ ജനറൽ റിസർവ് ഇവിടെ നിന്ന് ഒരു സെക്യൂരിറ്റീസ് പ്രീമിയം കൂടി വരും. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ടാലി ആവും. പക്ഷെ മെജോറിറ്റി ഓഫ് ദം ഇത് സ്കിപ്പ് ചെയ്താണ് പറഞ്ഞത്. അപ്പോൾ ഞാനും ഇത് സ്കിപ്പ് ചെയ്ത് ഫോമിലേക്ക് എന്ത് ചെയ്യാം, എടുക്കാം. അതെല്ലാം നിങ്ങൾക്ക് ഇത് നിങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജേർണൽ എൻട്രി വെച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും 6ഉം 8ഉം മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 6ഉം 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഇനി എങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു 7 മാർക്ക് മുതൽ ഒരു 10 മാർക്കൊക്കെ വരെ എന്തായാലും കിട്ടും. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും മിസ്റ്റേക്ക് പറ്റി എൻട്രി ഫുൾ ആവാതിരിക്കേ, എൻട്രി എല്ലാവരും എഴുതിക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ ബാലൻസ് ഷീറ്റ് ടാലി ആക്കാതിന്റെ പ്രശ്നം ചിലർക്ക് വന്നു എന്ന് പറഞ്ഞു. ബട്ട് എനിവേ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 10 ആ ഒരു സെൻസിൽ പിടിക്കാം.
പിന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് വളരെ സിമ്പിളായി ഇത്തവണത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രത്യേകം അറിയോ എല്ലാതും സിമ്പിൾ ആണ്. നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുള്ള സുപരിചിതമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ ഒരു ചാപ്റ്ററിലൊക്കെ ഓരോ ചാപ്റ്റർ കേട്ടോ ഇപ്പൊ നമ്മൾ ഓരോ ചാപ്റ്റർ ഇപ്പൊ ഞാൻ ഇവിടുന്ന് BRS വേണ്ട, BRS നമ്മൾ അത്ര എടുത്തിട്ടുള്ളൂ. ഈ ഇവിടുന്ന് ബില്ലാണെങ്കിലും അതേപോലെ തന്നെ മറ്റ് ചാപ്റ്റേഴ്സ് മറ്റേ ഏത് ചാപ്റ്റർ ആയിക്കോട്ടെ ഹയർ പർച്ചേസ് എന്ത് വലിയ ക്വസ്റ്റ്യൻസാണ് പഠിച്ചത്. മറ്റേ എന്താ പറയാ ക്യാഷ് മറ്റേ ഇതുണ്ടല്ലോ റീപോസിഷന്, പാർഷ്യൽ റീപോസിഷന്, ഹെവി എന്തൊക്കെ പഠിച്ചു? ഒന്നുമില്ല ജസ്റ്റ് ആ കാൽക്കുലേഷൻ ടേബിൾ പഠിച്ചാൽ മതി. ഇൻകംപ്ലീറ്റ് റെക്കോർഡ് ആ CA എത്ര ഹെവി ക്വസ്റ്റ്യൻസ് പഠിച്ചതാ നോക്കൂ, ഒരു തേങ്ങയില്ല, സിമ്പിൾ സാധനം. ഇതും വളരെ വലിയ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. എന്ത് ചെറിയ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. പോട്ടെ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നിരിക്കാം, മുമ്പോട്ടേക്ക് പോവാം. ഏത് ക്വസ്റ്റ്യനിലേക്ക് പോയാലും വളരെ എളുപ്പമുള്ള സിമ്പിൾ ആയിട്ടുള്ള കുട്ടി ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ, എവിടെയും ടഫ്നെസ് ഇല്ല. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിയേക്കാം, ഇത് എന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ബ്രാഞ്ചിന്റെ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഇവർ എന്ത് ചെയ്യുന്നു, കുറച്ച് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നു, 20% എബോ കോസ്റ്റ് ആണ്. അപ്പൊ ഇൻവോയ്സ് പ്രൈസിലാണ്. ബ്രാഞ്ച് മേക്ക് ബോത്ത് ക്യാഷ് സെയിൽസ് ആണ് ക്രെഡിറ്റ് സെയിൽസ്. ബ്രാഞ്ച് എക്സ്പെൻസ് ഇങ്ങനെ പേ ചെയ്യുന്നുണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഹെഡ് ഓഫീസ് ആണ് മെയിൻറ്റെയിൻ ചെയ്ത്. പാവം ഒരു ഡെറ്റേഴ്സ് അക്കൗണ്ട് വരച്ചാൽ മതി. ഡെറ്റേഴ്സ് അക്കൗണ്ട് ഫോർമാറ്റ് ആപ്പില്ലേ, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ക്യാഷ്, ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച്, ക്യാഷ് ആൻഡ് ബ്രാഞ്ച്, ഗുഡ്സ് റെമിറ്റൻസ്, ക്യാഷ് റെമിറ്റൻസ്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് അത്. പിന്നെ എന്താണ് ഇൻവോയ്സ് പ്രൈസ് ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസിന്റെ ഓപ്പോസിറ്റ് സ്റ്റോക്ക് റിസർവ്, ഓപ്പണിംഗ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ഓപ്പോസിറ്റ് സ്റ്റോക്ക് റിസർവ്, ക്ലോസിംഗ് ഗുഡ്സ് എഞ്ചിന്റെ ഓപ്പോസിറ്റ് ലോഡിംഗ്, ഗുഡ്സ് റിട്ടേൺ ഓപ്പോസിറ്റ് ലോഡിംഗ്, എല്ലാം ആകത്തിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് വൈ അതിന് ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ, നത്തിങ് ഗ്രേറ്റ്, ഒന്നുമില്ല. ഈ ഫിഗർ ജസ്റ്റ് ഇട്ടെടുക്കുക. ബിക്കോസ് ദർ ഇസ് നോ ഓപ്പണിംഗ് ബാലൻസ്. കാരണം ഇത്തവണ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യണേ, ഓപ്പണിംഗ് ബാലൻസ് പോലും ഇല്ല. ഹൗ സിമ്പിളിറ്റീസ് മക്കളെ, ഹൗ സിമ്പിളിറ്റീസ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഡെഫിനറ്റ്ലി ഈ 7 മാർക്ക് ഞാൻ ഒരിക്കലും ഒരു തരി മാർക്ക് പോലും കൊണ്ടേക്കാൾ എനിക്ക് താല്പര്യമില്ല. ഡെഫിനറ്റ്ലി ഒരു 7 മാർക്ക് തന്നെ പറയാം, ഇഷ്യൂ ഇല്ല. നേരെ മുമ്പോട്ടേക്ക് പോവാം. ഇനി ഇത് നോക്കുങ്ങൾ, ഇത് ഏതാണ്? ലോസ് ഓഫ് സ്റ്റോക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ലോസ് ഓഫ് സ്റ്റോക്ക് ഞാൻ തന്നെയാണ് മെജോറിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് ഞാൻ ക്ലാസ് എടുത്തുള്ളത്. ഈ ലോസ് ഓഫ് സ്റ്റോക്കിന്റെ ക്വസ്റ്റ്യൻ എത്ര വലിയ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത് എടുത്ത് പഠിച്ചത്. എന്തൊക്കെ ഐറ്റംസ് ക്വസ്റ്റ്യൻസ്, എത്ര പോലെ അബ്നോർമൽ ലോസ് ഐറ്റംസ് ക്വസ്റ്റ്യൻസുകളൊക്കെ, ഇതൊക്കെ എന്ത് സിമ്പിളാ മക്കളെ. ഒന്നുമില്ല ഈ ക്വസ്റ്റ്യനില്. ഓൾ സ്റ്റോക്ക് വെബ്സൈറ്റ് 2500 ഇത് കിട്ടി. 1,00,000 രൂപ ഇൻഷ്യൂർഡ് വാല്യൂ എന്തൊക്കെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസ്, സെയിൽസ്, സ്റ്റോക്ക് ഓൺ 31 2023 2024 തന്നിട്ടുണ്ട്. പർച്ചേസ് ഇട്ടാണ്. ഇവിടെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് അറിയില്ല. അപ്പോൾ ഒരു ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ വേണ്ടി ഒരു പ്രീവിയസ് ഇയറിന്റെ ട്രേഡിംഗ് അക്കൗണ്ട് വരച്ച് ഗ്രോസ് പ്രോഫിറ്റ് കാണണം. മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് വരക്കണം. സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 ചെയ്യണം. ഒരു തരി മാർക്ക് ഞാൻ ഇതിൽ കളയാൻ എനിക്ക് താല്പര്യമില്ല. 7 കിട്ടും. കാരണം അത്രയും വലിയ ക്വസ്റ്റ്യൻസ് ചെയ്താണ്. പ്രിന്റ് ഔട്ട് എടുത്ത് നോക്കിക്കോളി. ഇതിന്റെ ഡീറ്റോ ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ഐ ഹോപ്പ് ലൈക്ക് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ വേണമെങ്കിൽ പറയാം. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ പ്രിന്റ് ഔട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാൻ പറ്റും. നമ്മളെ പ്രിന്റ് ഔട്ടിൽ സെയിം ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചെയ്തിട്ടുണ്ടാവും. സോ അത് നമ്മൾ ചെയ്തതാണ്. സോ ഈ ക്വസ്റ്റ്യൻ എന്താ പറയും മക്കളെ, 7 മാർക്ക്. സോ ഇപ്പൊ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 6 ചെയ്തു. അതേപോലെ തന്നെ ഇതൊക്കെ ചെയ്തു. 4 ചെയ്ത്, 3 ചെയ്ത്, എവിടെ 2. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് 3, അപ്പോൾ 2 ക്വസ്റ്റ്യൻ ചെയ്ത് 4, അപ്പോൾ 3 ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ സ്കിപ്പ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ ഈ 7 മാർക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. കാരണം ഓൺലി പാർട്ണർഷിപ്പ് സ്കിപ്പ് ചെയ്തിരിക്കണമെങ്കിൽ ഈ 7 ഏതെങ്കിലും 2 എഴുതിയാൽ മതി കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കുറച്ചുകൂടി നല്ലത് എഴുതാനായിട്ട്. In the context of AS11 അറിയില്ല ഫോറിൻ എക്സ്ചേഞ്ചിന്റെ, വാട്ട് യു മീൻ ബൈ ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻ? ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആയിട്ടാണ് നമ്മൾ കാണാം. നോൺ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് പഠിപ്പിച്ചിട്ടുണ്ട് CA ഇന്ററിന്റെ ബുക്ക് വെച്ചിട്ട്. പിന്നെ സ്റ്റേറ്റ് ഹൗ ഫോളോവിങ് ഐറ്റംസ് ഓഫ് ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻ ഷുഡ് ബി ട്രാൻസ്ലേറ്റഡ്. ഒന്നുമില്ല, സിമ്പിൾ ആണ്. ആദ്യം ഹൗ ഡു യു മീൻ ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻ? ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻ എന്താന്ന്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 3 ഐറ്റംസും എങ്ങനെ ട്രീറ്റ് ചെയ്യുക? സാലറി, വേജ്, ആവറേജ് റേറ്റ്, ഡിപ്രീഷൻ ഓഫ് ഫർണിച്ചർ, ഡേറ്റ് ഓൺ ദ ഡേറ്റ് ഓഫ് പർച്ചേസ്, മെഷീനറി ക്യാരിഡ് അറ്റ് ഫെയർ വാല്യൂ. സോ മെഷീനറിയും എന്താ പറയുക മക്കളെ, ആ ഒരു റേറ്റ് ഓൺ ദ ഡേറ്റ് ഓഫ് പർച്ചേസ്. അപ്പോൾ അത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ അതാണ്ട് എഴുതി കൊടുത്തു നമുക്ക് എന്ത് കിട്ടും? ഇതിന് എത്ര മാർക്കാണ് കിട്ടുക? 3 മാർക്ക് എന്നല്ലേ പറഞ്ഞ്. ഒരു 3 മാർക്ക് ഉണ്ടാവും. ആ ഒരു 3 മാർക്ക് ഫുള്ളും കിട്ടും. ഓക്കെ, അടുത്ത് വൈൽ ക്യാരി AS22 ടാക്സ് ഓൺ ഇൻകം. ഒന്നുമില്ല, എന്താണ് അക്കൗണ്ട് ഇൻകം എന്ന് പറയാ, എന്താണ് ടാക്സബിൾ ഇൻകം എന്ന് പറയാ, എന്താണ് ടാക്സ് എക്സ്പെൻസ് പറയാ. അക്കൗണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്ന ട്രേഡിംഗ് ആൻഡ് PL അക്കൗണ്ട് പ്രകാരം കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് ആണ് അക്കൗണ്ട് ഇൻകം.
ടാക്സിബിൾ പർപ്പസിന് വേണ്ടി വരയ്ക്കുന്ന എന്താണ് ഇൻകം ടാക്സിന് വേണ്ടി വരയ്ക്കുന്ന ട്രേഡിംഗ് ആൻഡ് പി അക്കൗണ്ട് പ്രകാരം കിട്ടുന്നതാണ് ടാക്സിബിൾ ഇൻകം. ടാക്സ് എക്സ്പെൻസ് പറഞ്ഞാൽ അക്കൗണ്ട് ഇൻകത്തിന്റെ മേലെ ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യുന്നതാണ് ടാക്സ് എക്സ്പെൻസ്. ഡെഫിനറ്റ്ലി യു ഗെറ്റ് 3 മാർക്ക്, നത്തിങ് എൽസ്, എവിടെയും പോകില്ല. AS12 ഒരു 3 ഐറ്റം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ചെറുതായിട്ട് ലൈനായിട്ട് മാത്രം എഴുതിയാൽ മതി, കൂടുതലൊന്നും വേണ്ട. എ ഫേം അക്യൂർഡ് ഫിക്സ്ഡ് അസറ്റ് ഫോർ 850 lakh ഓൺ വിച്ച് ഗവൺമെന്റ് ഗ്രാൻഡ് റിസീവ്ഡ് വാസ് 40%. അപ്പോൾ ഗ്രാൻഡ് എന്താണ്, നമുക്ക് 40% എന്ത് കിട്ടിയിട്ടുണ്ട്, മോണിറ്ററി ഗ്രാൻഡ് 40%. അപ്പോൾ ആ ചാർട്ട് ഓർമ്മയില്ല, ആ ചാർട്ട് നോക്കിയിട്ട് ട്രീറ്റ്മെന്റ് എന്ത് എഴുതി കൊടുക്കുക. ക്യാപിറ്റൽ സബ്സിഡി റിസീവ്ഡ് ഫ്രം സെൻട്രൽ ഗവൺമെന്റ് ഫോർ സെറ്റിംഗ് അപ്പ് എ പ്ലാൻ നോട്ടിഫൈഡ് ബാക്ക്വേർഡ് ഏരിയ. ഗ്രാൻഡ് ഇൻ ദ നേച്ചർ ഓഫ് പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വളരെ സിമ്പിൾ ആയിട്ട് ആയിരുന്നെടുക്കുക. ട്യൂട്ടറിംഗ് അതോറിറ്റി പ്രൊവൈഡിങ് മെഡിക്കൽ ഫെസിലിറ്റി, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ ഒരു രൂപത്തിൽ. അപ്പൊ ഇത് മൂന്നും നമ്മൾ CA ഇന്ററിന്റെ ആ ഒരു സ്റ്റഡി മെയിൽ വെച്ച ക്വസ്റ്റ്യൻസും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നോക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി നിങ്ങൾ കിട്ടുന്നു വിചാരിക്കുന്നു. നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ പോലും ഒരു മാർക്ക് എന്തായാലും കിട്ടും. അതായത് ഇതിന്റെ മാർക്കിൽ എന്തായാലും കിട്ടും. ഇത് രണ്ടും എഴുതാൻ പറ്റില്ലെങ്കിൽ ആ ഒരു മാർക്കിൽ എന്തായാലും കിട്ടും. ലിസ്റ്റ് ഔട്ട് കമ്പാരിറ്റീവ് പ്രൊവിഷൻ ഫോർ AS11 ആൻഡ് ഇൻഡേസ് 21. ജസ്റ്റ് AS11ഉം ഇൻഡേസ് 21 തമ്മിലുള്ള കമ്പാരിറ്റീവ്സ് ഒക്കെ ഒന്ന് ചെയ്താനാണ്. ഇൻഡേസ് പൊതുവേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല, കാരണം ഇതുവരെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചിട്ടില്ല. ഈവൻ ഗ്രൂപ്പ് 2ലാണ് ഇൻഡേസ് പഠിക്കാനുള്ളത്, ഫൈനലാണ് ഇൻഡേസ് പഠിക്കാനുള്ളത്. സോ നമ്മളത് കൺസിഡർ ചെയ്യാറില്ല. സോ സോറി. സോ വാട്ട് ക്യാൻ ഐ ഡു? ഇതൊരു ഇന്റർ എക്സാം, ഒരു CMA ഒരു പ്രൊഫഷണൽ ബോഡി എക്സാംസ് അല്ലേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു പുതുമൊക്കെ ഉണ്ടാവും. സോ അതെങ്ങനെ വിട്ടാൽ മതി. ഒരു കാര്യം ക്ലിയർ ആണ്, ഇത് എഴുതാലോ, AS11 എഴുതാലോ. ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ബ്ലാ ബ്ലാ ബ്ലാ, മോണിറ്ററി ഐറ്റം റെക്കോർഡ് ഓർമ്മയില്ലേ, അതേപോലെ തന്നെ അറ്റ് ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ് മോണിറ്ററി ഐറ്റംസ്, അപ്പൊ അങ്ങനെ ബ്ലാ 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 അതൊക്കെ എഴുതാം. സോ 4 മാർക്കിനാണ്. നിങ്ങൾക്ക് ഇൻഡേസുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയില്ല, AS11മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതി കൊടുക്കുക, യു ഗെറ്റ് 2 മാർക്ക്. കംഫർട്ടബിൾ ആണല്ലോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണേ, 8ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളിവിടെ എന്ത് ചെയ്യണേ, സ്കിപ്പ് ചെയ്യണേ. 8ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളിവിടെ സ്കിപ്പ് ചെയ്യണം. ഇനി അതല്ല, 8ാമത്തെ ക്വസ്റ്റ്യൻ എഴുതുന്ന ആൾക്കാർക്കാണെങ്കിൽ 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, എഴുതാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ പ്രോഫിറ്റ്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതിൻ്റെയൊക്കെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ. പക്ഷെ എനിക്ക് പേഴ്സണലി 8ാമത്തെ ക്വസ്റ്റ്യനെക്കാട്ടി ഇതായത് 8ാമത്തെ ഇത് നല്ല ക്വസ്റ്റ്യൻ ആട്ടോ. ഈ ജാലണ്ടർ എഴുതാനൊക്കെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് എനിവേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കിട്ടുന്ന മാർക്ക് ഇവിടെ എന്ത് ചെയ്യും, കിട്ടും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ എനിവേ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഒരു അനാലിസിസ്. അങ്ങനെ വലിയ കാര്യമായിട്ട് പറയാൻ മാത്രം ഒന്നുമില്ല. എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് കുറവുണ്ടെങ്കിൽ ഈ ഒരു 7 ഒരു ചെറിയൊരു ഇതുണ്ട്. 7 സിമ്പിൾ ആണ്. 7ൽ ബി അല്ല എന്താണ് 7ൽ ഇത് ഈ ഒരു ഏരിയ ചെറിയൊരു ബിയിൽ 2 ഇത് ചെറിയൊരു ഇതുണ്ട്. പിന്നെ ഇതും ചിലപ്പോൾ ഒരു ചെറിയൊരു ഇതുണ്ടാവും നിങ്ങൾക്ക്, കാരണം നിങ്ങൾ ആ ഒരു ലെവലിൽ ക്ലാസ് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം. പിന്നെ ഇത് ഞാൻ എഴുതുന്നത് പറയുന്നത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ മെറിറ്റ് ഓഫ് ഇൻഡേസ് ആണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇൻഡേസ് തന്നെ വെറുതെ ASന്റെ മെറിറ്റ് എഴുതി കൊടുത്താൽ മതി. ASന്റെ മെറിറ്റിനാണ് ഇൻഡേസിന്റെ മെറിറ്റും, അത് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. പിന്നെ ആസ് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്, പ്രോഫിറ്റ് ഈസ് ഏൺഡ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ്, വാട്ട് ഷുഡ് അക്കൗണ്ട് ട്രീറ്റ്മെന്റ്. അപ്പൊ അസറ്റ് പ്രോഫിറ്റ് വിറ്റാൽ എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞേ. വൈ ഈസ് ഫുൾ കോസ്റ്റ് ഓഫ് അസറ്റ് നോട്ട് ട്രീറ്റഡ് ആസ് എക്സ്പെൻസ് ഫോർ ദ ഇയർ. അസറ്റ് വാങ്ങിയ എന്തുകൊണ്ടാണ് അവിടെ എക്സ്പെൻസ് ആയിട്ട് എഴുതാത്തത്, കാരണം ക്യാപിറ്റൽ നേച്ചർ ആണ്, അതിന്റെ ബെനിഫിറ്റ് ലോങ് ടേം കിട്ടും, അതുകൊണ്ട് ഡിപ്രിസിയേഷൻ ആണ് എഴുതുക അസറ്റിന്റെ കോസ്റ്റ് ചെയ്തത്. അങ്ങനെ ഡു യു തിങ്ക് ദാറ്റ് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം റിസൾട്ട്സ് ക്രിയേഷൻ ഓഫ് സീക്രട്ട് റിസർവ്. അങ്ങനെ സീക്രട്ട് റിസർവ് ഒന്നും കൺസർവേറ്റിസം ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. കൺസർവേറ്റീവ്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിലായിട്ട് പഠിച്ചതാണ്. ഗുഡ്സ് വർത്ത് 1 lakh ബേൺ ബൈ ഫയർ, ക്ലെയിം 70,000 കിട്ടി. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്, അത് നമ്മൾ ഓൾറെഡി പഠിച്ചത്, സിമ്പിൾ ആണ്. സ്റ്റേറ്റ് വിത്ത് റീസൺ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ് വിത്ത് ട്രൂ ഓർ ഫോൾസ്. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓർ ഡെറ്റേഴ്സ് ഈസ് ക്യാരി ആഫ്റ്റർ ഡിഡക്റ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ. കറക്റ്റ് എന്ത് ട്രൂ ആണ്. അപ്പോൾ ഈ ഒരു 5 മാർക്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക, ഒരു 3 മാർക്ക് ഒപ്പിക്കുക. നിങ്ങൾ എഴുതിയ സ്റ്റേറ്റ്മെന്റ് അത്രയും ബ്യൂട്ടിഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് 5ൽ 5ഉം കിട്ടും, ഒരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് അത്ര ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി അത്ര ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എഴുതി ചിലപ്പോൾ അത്ര ബ്യൂട്ടിഫുൾ ആയി ഉണ്ടാവില്ല. പക്ഷേ 3 മാർക്ക് അവിടെ നിന്ന് പിടിക്കുക. പിന്നെ അതിനുശേഷം ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആണ്. ഗീവ് ജാലണ്ടറി എന്ന് പറഞ്ഞത് റിയലൈസേഷൻ എക്സ്പെൻസ് 8,000 പെയ്ഡ് ബൈ റാന എ പാർട്ട്ണർ, റിയലൈസേഷൻ അക്കൗണ്ട് അപ്ഡേറ്റ് ടു റാന, അതാണ് അതിന്റെ ജാലണ്ടറി. റിയലൈസേഷൻ എക്സ്പെൻസ് 10,000 പേ. അതേപോലെ തന്നെ ഫുള്ള് റിയലൈസേഷൻ എക്സ്പെൻസിന്റെ ഒരു 4 ഇറ്റ്സ് വെരി സിമ്പിൾ. ഈ 4 മാർക്കൊക്കെ എന്തായാലും ആർക്കും കിട്ടും, അത്രയും ഡീറ്റെയിൽഡ് പഠിച്ചാണ്. സോ ഇവിടെ നമുക്കൊരു 7 മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു 1 മാർക്ക്, ഇവിടെ ഒരു 3 മാർക്ക്, 3ഉം 4 മാർക്ക്, 4ഉം 3ഉം 7 മാർക്ക്. ഇതിലിപ്പോൾ ഏത് എഴുതിയാലും 7 മാർക്ക് തന്നെയാണ് കിട്ടുക. ഇത് മൊത്തത്തിൽ എത്ര മാർക്ക് ഉണ്ട്, 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ ഒരു 7 മാർക്ക് സിമ്പിൾ ആയിട്ട് അവിടെ എന്ത് ചെയ്യാം, കിട്ടും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു റഫ് ഐഡിയ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് സെക്ഷൻ ബിയിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നുള്ളത് ജസ്റ്റ് ഒന്ന് റഫ്ലി ആയിട്ട് എടുത്ത് നോക്കാം. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് 7 മാർക്ക്, അത് വിട്ടുള്ള കളിയില്ല, അത് എന്തായാലും 7 മാർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ 5 മാർക്കിന് 5 മാർക്ക്, ഒന്നുമില്ലെങ്കിൽ ഒന്നും വേണ്ട, ആ ഒരു രൂപത്തിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോളി.
അപ്പം ഞാൻ പഠിപ്പിച്ച കൊടുത്തൊരു ബേസിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു 7 മാർക്ക് അവിടെ നിന്ന് കിട്ടും. ബാങ്ക് റീകൺസിൽ നമ്മുടെ ടെക്നിക്ക് കിട്ടാൽ മതി. പിന്നെ ഇവിടെ എന്താ ഏതെങ്കിലും ഐറ്റംസ് ഒക്കെ നിങ്ങൾ അത്ര ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം 7 മാർക്ക് കിട്ടണമെന്നില്ല ഈ ക്യാപിറ്റൽ റവന്യൂ ട്രാൻസാക്ഷനിൽ. അപ്പോൾ 4, 3 ഉണ്ട്. ഞാൻ ചവിട്ടി കൂട്ടിയിട്ട് 3 എടുക്കാം. ഒരു 3 എടുക്കുക. ചവിട്ടി കൂട്ടിയിട്ട് ഏറ്റവും ചവിട്ടി മാർക്ക് എടുക്കുക. 3 എടുക്കുക. പിന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. ഡെഫിനറ്റ്ലി 7 മാർക്കിന് എഴുതിയിട്ടുണ്ടാവും കുട്ടികൾ. പക്ഷെ ഞാൻ ചവിട്ടി കൂട്ടിയിട്ട് എന്ത് ചെയ്യണേ ഒരു 5, 4. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യുക, ഒരു 5 എടുക്കുക. പിന്നെ അതിന് ശേഷം വന്നിട്ടുള്ള ഹയർ പർച്ചേസ് ആണ്. ഹയർ പർച്ചേസ് 7 മാർക്കും ഞാൻ വിട്ടുതരില്ല. 7 മാർക്ക് എന്തായാലും വേണം. പിന്നെ ഇൻകംപ്ലീറ്റ് 14 മാർക്ക്, അത് നമുക്ക് വിട്ടുതരാൻ പറ്റില്ല. 14 മാർക്ക് അത് അതേപോലെ തന്നെ കിട്ടണം. പിന്നെ ഇത് 7 മാർക്ക് എന്നാണ് എഴുതിയുള്ളത്. അതിപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ താഴെ 7 ഇതാണെങ്കിലും ഇത് സ്കിപ്പ് ചെയ്തെടുത്ത ആൾക്കാർക്ക് 7 മാർക്കാണ്. ഇത് സ്കിപ്പ് ചെയ്താലും 7 മാർക്കിനാണ് കിട്ടുക. അപ്പോൾ ഏതെങ്കിലും 7 എടുത്താൽ മതി. അപ്പം ഞാൻ പാർട്ണർഷിപ്പ് എന്ത് ചെയ്യാണ്, സ്കിപ്പ് ചെയ്ത പോലെയാണ് ഇപ്പോൾ തൽക്കാലം എടുക്കുന്നത്. മുമ്പോട്ടേക്ക് വിട്ടെടുക്കുക. ഇത് ബ്രാഞ്ചാണ്. ബ്രാഞ്ച് എന്തായാലും 7 മാർക്ക് വേണം. ഞാൻ വേണമെങ്കിൽ ചവിട്ടി എടുക്കുക 5 മാർക്ക്. ചവിട്ട മീൻസ് ഇനി ചവിട്ടിൻ്റെ ആവശ്യം 5 കിട്ടും. അത് 7 എന്തായാലും കിട്ടും. ഞാൻ 5 എടുക്കുന്നുള്ളൂ. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 7 മാർക്ക് കിട്ടില്ല, നിങ്ങൾ തോറ്റോളി. അത് നല്ലത്. ഏത് നമ്മളുടെ ലോസ് ഓഫ് സ്റ്റോക്ക്, കാരണം അത്രയും ഡീറ്റെയിൽ പഠിപ്പിച്ചാണ്. എനിക്ക് വയ്യ, ആ 7 മാർക്ക് എന്തായാലും വേണം. പിന്നെ ഇത് 3 മാർക്ക്, ഞാൻ ഒരു 3 മാർക്ക് 2 മാർക്ക് ചവിട്ടി എടുക്കാം. പിന്നെ ഇത് 3 മാർക്ക് കിട്ടും, അവിടെ ഞാൻ 2 മാർക്ക് എടുക്കുന്നുള്ളൂ. പിന്നെ ഇത് നിൽക്കുന്ന 3 മാർക്ക് കിട്ടും, ഞാൻ അവിടെ 1 മാർക്ക് എടുക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഞാൻ 1 മാർക്ക് കൊടുക്കുന്നില്ല. ഞാൻ 2 AS11 മാത്രം ഇത് 2 മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ 1 മാർക്ക് കൊടുക്കുന്നില്ല. അപ്പൊ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. 8ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്യാണ്, സ്കിപ്പ് ചെയ്യാണ്. സോ ഒരു 53 മാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ചവിട്ടി കൂട്ടില്ല 53 മാർക്ക് കിട്ടട്ടെ. എങ്ങനെ ചവിട്ടി കൂട്ടുന്ന ഞാൻ ഇപ്പൊ എടുത്ത മാർക്കിന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത്രയും ചവിട്ടിലെടുത്തത് എല്ലായിടത്തും ഏറ്റവും ലീസ്റ്റ് ഫിഗറാ മാത്രം എടുത്ത്. ഈ 53 പിന്നെ താഴേക്ക് മേലെ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ മാർക്ക് കിട്ടോ, നിങ്ങൾക്ക് എത്ര കിട്ടുന്ന എനിക്കറിയില്ല. 18 ആണെങ്കിൽ +18, 18 ഇട്ടിട്ട് എക്സംഷൻ കിട്ടും. 20 ആണെങ്കിൽ 20, 22 ആണെങ്കിൽ 22, അങ്ങനെ നിങ്ങൾ ഒരു ഐഡിയക്ക് ചവിട്ടി കൂട്ടി മാർക്ക് എടുത്ത് നോക്കി. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ തള്ളാനാണെങ്കിൽ ഇങ്ങനെ തള്ളി കൊടുക്കുക. ഈ 7 മാർക്ക് എന്തായാലും കിട്ടും, 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 ഈ 7ഉം കിട്ടും, ഈ 14 എന്തായാലും കിട്ടും, ഈ 7 അങ്ങനെ കിട്ടേണ്ടത് തന്നെയാണ്. അത് വേറെ കാര്യം. ഈ 7 മാർക്ക് എന്തായാലും കിട്ടും. അല്ല, ഈ പാർട്ണർഷിപ്പ് പോകേണ്ട, സ്കിപ്പ് ചെയ്തടിക്കുക. പിന്നെ ഈ 7 മാർക്ക് എന്തായാലും കിട്ടും. പിന്നെ ഈ 7 മാർക്ക് അതെന്തായാലും ഇങ്ങനെ പറയാം. ഇങ്ങനെ പറഞ്ഞാൽ അപ്പോൾ നല്ലൊരു മാർക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റും. ശരിക്കും അങ്ങനെ പറയാം. ശരിക്കും അങ്ങനെ പറയാനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. കാരണം എന്താ അറിയോ, ആ ലെവലിൽ ഡീറ്റെയിൽ ചെയ്തിട്ട് ലോസ് ഓഫ് സ്റ്റോക്ക് പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് ആരെങ്കിലും പറയാൻ പറ്റുമോ? ഒരു കുട്ടിക്ക് പോലും പറയാൻ പറ്റില്ല. ഈ ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കും പറയാൻ പറ്റില്ല. ഓൺലൈൻ ക്ലാസ് അത്രയും പറയാൻ പറ്റില്ല. ബ്രാഞ്ച് ഹെവിലി ഡീറ്റെയിൽഡ്, സിമ്പിൾ സാധനം ആർക്കും കിട്ടും. അതിനുശേഷം പാർട്ണർഷിപ്പ് ഓൾസോ കിട്ടും. ഇതൊന്നും നിങ്ങൾക്ക് കളയാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ അങ്ങനെ പഠിപ്പിച്ച ഏരിയയാണ്. അപ്പൊ എനിക്ക് അങ്ങനെ എടുക്കാം. പക്ഷെ ചവിട്ടി കൂട്ടിയ മാർക്ക് എടുത്ത് ഇനി BRS ഡീറ്റെയിൽ ചെയ്യാത്ത ക്ലാസ്സില്ലേ, അവിടെ BRS 4 മാർക്ക് ഡൗൺ ചെയ്യും. എങ്ങനെ കൂട്ടിയാലും ഇതൊരു എക്സാമിഷൻ പേപ്പറാണ്. അപ്പൊ ഇത്തവണ ഐ വിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 60ന്റെ മേലെ മാർക്ക് ഇട്ടേ. ബാക്കി നമുക്ക് ഇനി എക്സാം കഴിഞ്ഞിട്ട് തള്ളൽസിലേക്ക് വരാം. അപ്പൊ നമുക്ക് എന്ത് ഇതേപോലെ വീഡിയോ ആയിട്ട് വന്നൊരു കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ ഡ്രീം വേഴ്സസ് റിയാലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ബ്ലെസ്സിങ്സ് ഉണ്ട്, അങ്ങനെ കുറേ എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, മാർക്സ് നന്നായിട്ട് കിട്ടുക. സോ ഐ വിഷ്, ഞാൻ പ്രാർത്ഥിക്കാം, നമുക്ക് ആഗ്രഹിക്കാം നല്ലൊരു മാർക്ക് കിട്ടാനായിട്ട്. ആൻഡ് പല ആൾക്കാരും ഡിസേർവിംഗ് ആണ്, പക്ഷെ പല ആൾക്കാരും എക്സാംസ് ചെയ്തപ്പോൾ സാറ്റിസ്ഫൈഡ് അല്ല. ബട്ട് ഐ ഹോപ്പിലേക്ക് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ് ഫാക്ടർ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രോബ്ലം ആണ്, അതിനെ അറേഞ്ച് ചെയ്ത വേൻ്റെ പ്രോബ്ലം ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നല്ലൊരു മാർക്ക് കിട്ടാവുന്ന ഒരു എക്സാംസ് തന്നെയാണ്. ഞാൻ പൊതുവേ പറഞ്ഞത് കഴിഞ്ഞ എക്സാം FA കുറച്ച് സിമ്പിൾ എക്സാം ചെയ്യുന്നു. അപ്പോൾ ഈ എക്സാം FA ടഫ് ആവുന്നതാണ് എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത്. ആർക്കും സിമ്പിൾ ആവുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്നല്ല, ഫോർച്ചുനേറ്റ്ലി ഈ എക്സാം സിമ്പിൾ ആയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഐ ഹോപ്പ് ഇപ്പോഴത്തെ ഈ വർഷത്തെ എക്സാമിനേഷനിൽ കോസ്റ്റിങ്ങും FA ആണ് സിമ്പിൾ പേപ്പർ. അഫ്കോഴ്സ് FA ആണ് ഏറ്റവും, അല്ലെ കോസ്റ്റിംഗ് ആണ് ഏറ്റവും സിമ്പിൾ, പിന്നെ FA ആണ് അതിൻ്റെ താഴെയുള്ള സിമ്പിൾ പേപ്പർ. സോ ഒരു മാർക്ക് കിട്ടാൻ നമുക്ക് ആഗ്രഹിക്കാം. ബാക്കി എല്ലതും ഓൾമൈറ്റിയുടെ അടുത്താണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വീഡിയോ നമ്മളുടെ പോസ്റ്റ് നമ്മൾ നന്നായിട്ട് ചെയ്തു. ബാക്കി വരുന്നോടത്ത് വെച്ച് കാണാം, കിട്ടുന്നതൊക്കെ കിട്ടാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ലാസ്റ്റ് ഈ വീഡിയോന് ശേഷം നമ്മൾ ബ്രാൻഡ് ന്യൂ റെക്കോർഡ് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അനൗൺസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രാൻഡ് ന്യൂ റെക്കോർഡ് ക്ലാസ് നമ്മൾ ഇതിന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ഇത് 2025 ജൂൺ ടേമിലേക്കുള്ള എക്സാംസിൻ്റെതാണ്. സോ നിങ്ങൾ ആർക്കെങ്കിലും ഇപ്പോൾ FAൻ്റെ റിവ്യൂ വീഡിയോ നമ്മൾ ചെയ്തത്, സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോർപ്പറേറ്റ് അക്കൗണ്ടിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രൈസിന് ഫസ്റ്റ് 100 സ്റ്റുഡൻസിന് ഈ ഒരു പ്രൈസിനാണ് നമ്മൾ കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഹാപ്പി ആണെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇതാണ് പ്രൈസ് ലിസ്റ്റ്. നിങ്ങൾ ഓൾറെഡി നമ്മൾ ഫോളോവേഴ്സ് ആണ്, നമ്മുടെ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടാവും. സോ ഫസ്റ്റ് 100 സ്റ്റുഡൻസ് നമ്മൾ ഈ ഒരു പ്രൈസാണ് ഓഫർ ചെയ്യുന്നത്. പിന്നെ പ്രൈസ് ചെറിയൊരു ഹൈക്ക് ഉണ്ടാവും, അത് രണ്ട് FA ആണെങ്കിലും കോർപ്പറേറ്റ് ആണെങ്കിലും. സോ ഡു കൺസിഡർ അവർ ക്ലാസ്സസ്. ചെറിയൊരു മാർക്കറ്റിംഗ് പ്രൊമോഷൻ കൂടി വേണ്ടേ. ദാറ്റ്സ് ഓൾ. ബൈ.